വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്നും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരെ യാത്രയാക്കാൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അധ്യക്ഷൻ എം ഷാജറത്ത് ഉച്ചയോടെ ക്യാമ്പിലെത്തിയ അദ്ദേഹം തീർത്ഥാടകരുമായി സംസാരിച്ചു. ക്യാമ്പിൽ ഒരുക്കിയത് മികച്ച സേവനങ്ങളെന്ന് തീർത്ഥാടകർ പറഞ്ഞു. വെള്ളി ശനി ദിവസങ്ങളിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഓരോ വിമാനങ്ങൾ മാത്രമാണ് ഹജ്ജ് തീർത്ഥാടകരുമായി യാത്ര പുറപ്പെടുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 വിമാനം പുറപ്പെട്ടത്. 82 പുരുഷന്മാരും 85 സ്ത്രീകളും ഉൾപ്പെടെ 167 യാത്രക്കാരാണ് ഇതിലുള്ളത്. പ്രാർത്ഥനകൾക്ക് ശേഷം പ്രധാന വേദിയിൽ നിന്നും ഹജ്ജ് സെൽ ഓഫീസർ എസ് നജീബ് തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വളരെ ശ്രദ്ധിക്കേണ്ടത് ലിഫ്റ്റ് മറ്റും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി ലിഫ്റ്റിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും. ചില സമയങ്ങളിൽ പ്ലാറ്റ്ഫോം എത്തുന്നതിന് സമയം താമസം നേരിടും. അതൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കി വേണം അതിലേക്ക് പ്രവേശിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ വിമാനത്തിലായാലും റൂമിലായാലും വളരെ ശ്രദ്ധിക്കണം. യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഉപയോഗമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിമാനത്തിൽ വളരെ സ്ഥലപരിമിതി ഉണ്ട്, വെള്ളത്തിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ട്രെയിൽ തന്നെ നിക്ഷേപിക്കണം. ക്യാമ്പ് കോർഡിനേറ്റർ നിസാർ അതിരകം, CK സുബൈർ ഹാജി എന്നിവരും സംസാരിച്ചു. തുടർന്ന് 1:15 പ്രത്യേക വാഹനങ്ങളിൽ കയറിയാണ് വിമാനത്താവളത്തിലേക്ക് യാത്രയായത്. അതേസമയം കണ്ണൂരിലെ ക്യാമ്പ് ഏറ്റവും മികച്ചതെന്ന് തീർത്ഥാടകർ പറയുന്നു. കാശൊന്നും വാങ്ങുന്നില്ലോ, വേർത്തൊലിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ വെറും അള്ളാഹുവിൻ്റെ പ്രീതി പരീക്ഷ മാത്രം ചെയ്യുന്നതാണ്. നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. വളരെ നന്നായിരുന്നു. നമ്മൾ തിരിച്ച് ക്യാമ്പിൽ വന്നപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ താമസിയാത്തത് ആദ്യം പറഞ്ഞ് നിസ്കരിക്കാൻ കൂട്ടിക്കൊണ്ടാക്കുന്നവർ നിസ്കരിക്കാൻ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഉടനെ തന്നെ ചായ തന്നു. ചായ കഴിക്കുന്ന എല്ലാം സമയത്ത് സ്വന്തം വീട്ടിൽ ഒരാളെ നോക്കുന്ന പോലെ നല്ലപോലെ നോക്കുന്നു. അവർ സ്വന്തം ഉപ്പയോ ഉമ്മയോ സഹോദരന്മാരെ നോക്കുന്ന പോലെ അവർ സംസാരിക്കുന്നു, നോക്കുന്നു, വിനയത്തോടെ പെരുമാറുന്നു. ഇപ്പം തന്നെ എനിക്ക് എൻ്റെ ഭാര്യൻ്റെ ചാർജർ മറന്നുപോയി, വീട്ടിൽ വെച്ചു തിരക്കിൻ്റെ മറന്നു. ഇപ്പോൾ വന്ന് ഞാൻ നമ്മളെ ഒരു ഖലീഫ പോലീസ് വീട്ടിലാണ് അവിടെ പറഞ്ഞു പ്രശ്നമില്ല, പരിചരിക്കുന്നത് രാവിലെ ആയിട്ട് തോന്നി. രാവിലെ മൂപ്പരെ എന്നെ വിളിച്ച് വന്ന് ചാർജ് ഫോട്ടോ എടുത്തിട്ട് അളയച്ചു വാങ്ങാൻ വേണ്ടി. അങ്ങനെ എല്ലാ സഹായവും അപ്പോൾ നമുക്കൊന്നും അറിയുന്നില്ല. നമുക്ക് ഫ്രീ നമുക്ക് എവിടെ വരുന്നത്? ഞാൻ തിരക്കേക്ക് വരും. കണ്ണൂരിൻ്റെ ശരിക്കും സ്നേഹം അനുഭവിച്ചറിഞ്ഞു. മാഷാ അല്ലാഹ്. പക്ഷേ കണ്ണൂരിൻ്റെ സ്നേഹം തന്നെ, പക്ഷേ ഒരുപാട് വൃത്തിയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ അധികം മട്ടൻ്റെ ആൾക്കാരെ കാണുന്നു. അവരായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. അടുത്ത പ്രദേശമായിരിക്കും. നല്ല സ്വഭാവമാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായം പറയും. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് പരിപാലിക്കുന്നതെന്നും ഏതാവശ്യത്തിനും ഒരു വിളിപ്പുറത്ത് തന്നെ വളണ്ടിയർമാരും ഉദ്യോഗസ്ഥരുമുണ്ടെന്നും തീർത്ഥാടകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.